ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് CA ഇൻ്റർമീഡിയറ്റ് Jan 25 എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് പേപ്പർ 2 ആണ്. നമ്മൾ ആൾറെഡി RTPയുടെ MCQ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ MTP 1ൻ്റെ MCQ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് MTP 2ൻ്റെ MCQ ഡിസ്കഷനാണ്. അപ്പോൾ CA ഇൻ്റർമീഡിയറ്റിൻ്റെ Jan 25 എക്സാമിൻ്റെ Jan 25 എക്സാമിൻ്റെ MTP ഡിസ്കഷനാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. വളരെ സജസ്റ്റ് നിങ്ങൾ ആദ്യം MTP 2 എടുത്തിട്ട് അതിൽ MCQ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യനാണ് നമുക്ക് MCQ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഒരു കേസ് സിനാരിയോ തന്നിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തൊരു കേസ് സിനാരിയോ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബേസിസ് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ അതിൻ്റെ ബേസിസിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ ഒരു തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് MCQ റിലേറ്റഡ് ആയിട്ടുള്ള MTP 2ൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 മാത്രമേ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2വും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസും. ക്വസ്റ്റ്യൻ നമ്പർ 3യും 4ഉം ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് MTPക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 നേരത്തെയുള്ള RTP ക്വസ്റ്റ്യൻസ് അതേപോലെ ഇവിടെ കോപ്പി അടിച്ച് ഇട്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം നേരത്തെയുള്ള RTP ഓർ മോക്ക് ക്വസ്റ്റ്യൻസ് അതേപോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇപ്പോൾ AAA സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ബുക്ക് ചെയ്ത ഒരാൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 3യും 4ഉം എന്ന് പറയുന്നത്. 2ഉം 1ഉം നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, വലിയൊരു ചാലഞ്ചിങ് അതിലില്ല എന്നുള്ളതാണ്. പക്ഷെ ചില പ്രൊവിഷൻസൊക്കെ നമ്മൾ വിട്ടുപോയത് ഓർത്തെടുക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള പ്രൊവിഷൻസൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കേസിനേരെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ബെറ്റർ നിങ്ങൾ ആദ്യം ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻസ് എന്താ പറഞ്ഞിരുന്നത് നോക്കും, നേരെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, ആൻസറുകളിലോട്ട് പോകുന്നു. ആൻസർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കാനും പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? മിസ്റ്റർ ആശിഷ്, ഈ ഒരു കേസ് സിനാരിയോ നിങ്ങൾ വായിക്കാൻ ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. സോ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റിലോട്ട് പോവാണ്. ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൻ എബോവ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ടു ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A? ഈ ഒരു ടോട്ടൽ ഡിഡക്ഷൻ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ആശിഷ് എന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അയാളുടെ ഒരു റിവൈസർ റിട്ടേൺ ഫയൽ ചെയ്യണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കേസ് സിനാരിയോയിലോട്ട് പോവാണ്. അപ്പോൾ 3 റിക്വയർമെൻ്റ് ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ചാപ്റ്റർ 6A ഡിഡക്ഷൻ, ചാപ്റ്റർ 6A ഡിഡക്ഷൻ്റെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം. ചാപ്റ്റർ 6 ഡിഡക്ഷൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിക്കും, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഇൻകത്തിലോട്ട് എത്താൻ പറ്റും. സോ ടാക്സ് കമ്പ്യൂട്ടേഷൻ ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. സോ വളരെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേസ് സിനാരിയോ വായിച്ചാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ക്യാൻ മിസ്റ്റർ ആശിഷ് ഫൈൽ ഹിസ് റിവൈസ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ അസസ്മെന്റ് 2024-25 ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ഡിക്ലെയർ ഇൻകം അണ്ടർ ദ റെഗുലർ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അയാൾ റെഗുലർ മെത്തേഡിൽ ഇനി റിവൈസ് ചെയ്യുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ചിലപ്പോൾ ഡിഫോൾട്ട് ടാക്സ് എലിജിബിൾ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അത് നമുക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ റെഗുലർ മെത്തേഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടേഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ നമുക്ക് അത് കേസ് സിനാരിയോ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ കേസ് സിനാരിയോയുടെ ജസ്റ്റ് ഒന്ന് പോവാണ്, നിങ്ങൾ വായിക്കണം, നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഫസ്റ്റ് ഒരു വായന കഴിഞ്ഞു എന്നതിനനുസരിച്ചായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കേസ് സിനാരിയോ വായിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കൂ. ബോൺ 1/4/1964 ആണ്. ഇവിടെ വലിയൊരു കാര്യം ശ്രദ്ധിക്കണം, 1/4/1964 ആണ്. 1 ഏപ്രിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോളണം. നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഓർമ്മ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്, കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങളെ എക്സാമിനുള്ളൂ. സോ 1/4/1964 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മുടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, 1 ഏപ്രിലിനാണ് ബർത്ത്ഡേ എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രൈക്ക് ആവണം എന്നുള്ളതാണ്. അയാൾ എന്ത് ചെയ്തു? ഫർണിഷ്ഡ് ഇസ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ അസസ്മെന്റ് 24-25. കറക്റ്റ് സമയത്ത് അല്ലേ, ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ ജൂലൈയിൽ തന്നെ കറക്റ്റ് സമയത്ത് അയാൾ റിട്ടേൺ ഫയലും ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. ടാക്സ് ഫുള്ളി പേ ചെയ്തിട്ടുമുണ്ട്.
അയാൾ സാലറി കമ്പ്യൂട്ടഡ്. അപ്പോൾ ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പ്യൂട്ടഡ് എന്നുള്ള വേർഡാണ്. കമ്പ്യൂട്ടർ സാലറി കമ്പ്യൂട്ടഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. സാലറി എന്നുള്ള ഹെഡ് കംപ്ലീറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കമ്പ്യൂട്ടഡ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പിന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനോ അത്തരം കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട. ഫൈനൽ സാലറി ഇൻകം ആണ് അവിടെ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇത് കവേർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വീണ്ടും ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഓർമ്മ വരണം. ഇവിടെ 80 TTA അല്ലെ ഡിഡക്ഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ TTB. 80 TTA ഓർ 80 TTBയുടെ ഡിഡക്ഷൻ എടുക്കാൻ മറക്കില്ല എന്നുള്ളത് നമുക്ക് അപ്പോഴേ ഓർമ്മ വരണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റും ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റും ഉണ്ട്. ഇനി അപ്പോൾ ഇത്രയാണ് ഇൻകം തന്നിട്ടുള്ളത്. സാലറി ഇൻകം ഉണ്ട്, 2 ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ IFOSും സാലറി മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഇൻകം. ഇനി ഡ്യൂറിങ് ദ പ്രീവിയസ് 23 എന്താ പറഞ്ഞത്, അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്, അയാൾ ഒരു ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട് ഫോർ പർച്ചേസ് ഓഫ് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് അയാൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സാലറി തന്നിട്ടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവിടെ വരണം ഈ ഫീസ് റെഗുലർ മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ ഹി കോൺട്രിബ്യൂട്ടഡ് 1,50,000 ടുവാർഡ്സ് PPF. അപ്പോൾ PPFിൻ്റെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ ദർ ആർ സം ഇൻഫർമേഷൻ ഫോർ ATC അല്ലേ, ദർ ആർ സം ഇൻഫർമേഷൻ ഫോർ ATC അവിടെ തന്നിട്ടുണ്ട്. ദെൻ പിന്നെന്താ തന്നിട്ടുള്ളത്, ഹെൽത്ത് ചെക്കപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ 80Dയുടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ എന്താണ് തന്നിട്ടുള്ളത്, ഇത്രയല്ലേ ഉള്ളൂ. 80C തന്നിട്ടുണ്ട്. ദെൻ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നിട്ടുണ്ട്, പാരൻസിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് അവിടെ തന്നിട്ടുള്ളത്. പിന്നെ എന്താ ഉള്ളത്, ഫാദറിൻ്റെ ഏജ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏജ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ he met, അടുത്ത പാരഗ്രാഫിൽ എന്താ, he met one of his friends CA Ashwin on 1/2/2025. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 1/2/2025 കണ്ടേ, 1/2/2025 മറ്റൊരു CAനെ കാണുന്നു. അപ്പോൾ ആ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പറയുന്നു default tax regime എന്താണ്, friend told him that the default tax regime under section 115 BAC is not beneficial to him. He advised him to revise his return of income and shift out of the default tax regime. സിയക്കാരൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ സിയക്കാരൻ ചിലപ്പോൾ പ്രാക്ടീസിലൊന്നും ആയിട്ടുണ്ടാവില്ല, ഇൻകം ടാക്സിനെ കുറിച്ച് വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു. കാരണം ഇവൻ ഇത് കൊടുക്കുന്ന എപ്പോഴാണ്, 1 ഫെബ്രുവരിക്കാണ് അല്ലേ, 1 ഫെബ്രുവരിക്കാണ് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, അശ്വിൻ സാൻ ഹു ഇസ് എംപ്ലോയ്ഡ് ഇൻ ദ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അയാൾ പറയുന്നത് എന്താണ്, വൺസ് ടാക്സ് ഈസ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 115 BAC ഇൻ ഒറിജിനൽ റിട്ടേൺ ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ഇൻ റിവൈസ്ഡ് റിട്ടേൺ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ അബൌട്ട് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. സോ ചുരുക്കത്തിൽ ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയുന്ന. ആശിഷിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. ആശിഷ് ഒറിജിനൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് 10/7/2024. ഡീഫോൾട്ട് ടാക്സ് റിജിമിലാണ് അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് സാലറിയിൽ ഒരു 10,50,000 ഉണ്ട്, അത് കമ്പ്യൂട്ടഡ് ആണ്, ആഫ്റ്റർ ഡിഡക്ഷനും എവറിത്തിങ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ദെൻ HP ലോസ് വരാൻ കാരണമുണ്ട്, കാരണം അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. ദെൻ 80Cയിലെ കുറച്ച് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്, 80Dയിലെയും കുറച്ച് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ഇത്രയാണ് പറയുന്നത്. പിന്നെ ഫെബ്രുവരിയിൽ അദ്ദേഹം കാണുന്നത് 1 ഫെബ്രുവരി 2025 വരാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് മറ്റൊരു CA പറയുന്നു നിങ്ങൾക്ക് ഡിഫാൾട്ട് അല്ല, നിങ്ങൾക്ക് റെഗുലർ ഇൻകം ആയിരുന്നു ബെറ്റർ, സോ റിവൈസ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ മറ്റേ ആൾ പറയുന്നു റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത്രയാണ് കേസ് സിനാരിയോ എന്ന് പറയുന്നത്. ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൻ അബൌട്ട് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. സപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത് കാരണം മിസ്റ്റർ ആശിഷ് ഫയൽ ഈസ് റിവൈസ് റിട്ടേൺ ഓഫ് ഇൻകം ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ഡിക്ലെയർ ഇൻകം അണ്ടർ ദ റെഗുലർ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. കാരണം ഇവിടെ 31 ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ആ വർഷം റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിട്ടേൺ ഓഫ് ഇൻകം എന്നുള്ള ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിലൈറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ഏത് വരെയാണ്? ഡിസംബറിലാണ്. 31 ഡിസംബർ വരെയാണ്. 31 ഡിസംബർ വരെയാണ് റിവൈസ് റിട്ടേൺ അല്ലെങ്കിൽ ബിലൈറ്റഡ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ പറ്റുക. മാക്സിമം അതുവരെ സമയമുള്ളൂ. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തെ റിട്ടേൺ അപ്ഡേറ്റ് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ടാക്സ് കൂടുതലുണ്ടെങ്കിലേ അടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഫസ്റ്റത്തെ ആൻസർ എന്തായിരിക്കും?
എന്താണ് ഓപ്ഷൻ എ? യെസ് മിസ്റ്റർ ആശിഷ് ക്യാൻ റിവൈസ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് ഡിക്ലെയർ ഇൻകം അണ്ടർ റെഗുലർ പ്രൊവിഷൻ ആക്ട്. തെറ്റാണ് അല്ലേ? ഈ ഒരു സംഭവം തെറ്റാണ്. നോ, ദോ ഹി ക്യാൻ ഫയൽ റിവൈസ് റിട്ടേൺ ഓഫ് ഇൻകം ഓപ്ഷൻ ടു ഷിഫ്റ്റ് ഔട്ട് ഓഫ് സെക്ഷൻ 150. അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നോ, മിസ്റ്റർ ആശിഷ് കാൻ നോട്ട് റിവൈസ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ അസസ്മെന്റ് 24-25. ഇനി അവന് റിട്ടേൺ റിവൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 31 ഡിസംബർ കഴിഞ്ഞു. ഇനി അവന് റിട്ടേൺ റിവൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അവന് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. His salaried employee would have made a declaration pay tax under 750. ഇതൊന്നും അല്ല അല്ലേ? ഇതൊന്നും അല്ല ആൻസർ. ഓപ്ഷൻ സി മാത്രമാണ് അതിലെ കറക്റ്റ് ആൻസർ. നോ, മിസ്റ്റർ ആശിഷ് cannot revise his return of income for assessment year 2024-25. സോ 3x2 ആണ്. അപ്പോൾ ഈ 2 മാർക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിപെൻഡൻറ്റും ആണ്. ആൻസർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റ് 2 ആൻസറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് MCQ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3 ആയിരിക്കും, അല്ലെങ്കിൽ 1-ലെ 3 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ അത്? ഇനി നമ്മൾ ആദ്യത്തെ 2-ലോട്ട് വരികയാണ്. What is the total deduction under chapter 6 allowable to Mr. Ashish if the shift out of default tax under section 115 BAC? അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു അസംഷൻ ആണ് അല്ലേ? ഇവൻ ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഷിഫ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റൂല, കാരണം ഡേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഡേറ്റിന് മുമ്പേ ആയിരുന്നു എങ്കിൽ അവൻ എത്രയാണ് ടോട്ടൽ ഡിഡക്ഷൻ കിട്ടുമായിരുന്നത് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഡിഡക്ഷൻ. ഒന്ന് ATC ഉണ്ട്, ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ATC ഉണ്ട്, ദെൻ 80D ഉണ്ട്, ദെൻ 80TTA ഓർ TTB ഉണ്ട്. അപ്പോൾ 80TTA ആണോ TTB ആണോ നോക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇയാളുടെ ഏജ് ആണ് അല്ലേ? 1/4/1964. അപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 31/3/2024 ആണ്. സോ 1964 മൈനസ് 2024 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/4/1964 ആണ്. സോ 31/3/2014 ആകുമ്പോൾ അവൻ എത്ര വരുന്നുള്ളൂ? 59 വരുന്നുള്ളൂ അല്ലേ? 59 വരുന്നുള്ളൂ. പക്ഷേ ഒരാളുടെ ബർത്ത്ഡേ 1 ഏപ്രിലിനാണെങ്കിൽ അയാളെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അയാൾക്ക് 60 ആവുന്നത് 1 ഏപ്രിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ സീനിയർ സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ പ്രൊവിഷൻ ഓർത്തോണം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് അത് പഠിക്കാൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ നമ്മൾ ഓർത്തോണം. നമ്മുടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. If a person's date of birth falls on 1st April, they are deemed to have completed the age of 31st March of the same year. അപ്പോൾ ഇവിടെ 59 ആണ്. അപ്പോൾ റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ അല്ല എന്ന് വിചാരിക്കരുത്. ഈ പ്രൊവിഷൻ നമ്മൾ മനസ്സിലോട്ട് വരണം. Thus for the purpose of tax law എന്ത് ചെയ്യണം? മിസ്റ്റർ ആശിഷ് whose date of birth is 1st April 1964 will be considered senior citizen for the financial year 2023-24. ഈ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് തെറ്റിപ്പോവും. ഈ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആശിഷിന് എന്തായിട്ട് എടുക്കണം? സീനിയർ സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഈ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കണം. ഇത്തരം ഒരു കാര്യം നമ്മുടെ എക്സാമിന് വരുമ്പോൾ 1st ഏപ്രിൽ എന്നുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വരുവാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കണം. 59 വരുവാണെങ്കിൽ ഒന്നും കൂടെ റീകാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, 59 1st ഏപ്രിൽ, ഓക്കെ 60, അല്ലെങ്കിൽ 79 വരികയാണെങ്കിൽ അത് 80 എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇതിൽ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് 59 ആയിരിക്കരുത്, 60 ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ എടുക്കണം എന്നാണ്. അപ്പോൾ 60 ആവുമ്പോൾ നമുക്കറിയാം 80TTA അല്ല, TTB ആണ് അല്ലേ? സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 80TTB ആണ്. നമുക്ക് വരുന്ന ഡിഡക്ഷൻ എന്തായിരിക്കും? 80TTB, ദെൻ 80C ഉണ്ടാവും, ദെൻ 80D ഉണ്ടാവും. ഈ 3 ഡിഡക്ഷനുമാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യേണ്ടത്. 80C ഉണ്ട്, 80D ഉണ്ട്, ദെൻ 80TTB ആണ്. TTB എന്ന് പറയുമ്പോൾ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റിനും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റിനും ഒക്കെ ഡിഡക്ഷൻ കിട്ടും അല്ലേ? ഹയർ ഡിഡക്ഷൻ കിട്ടും, 50,000 വരെ ഡിഡക്ഷൻ കിട്ടും. TTA ആണെങ്കിൽ 10,000 കിട്ടുള്ളൂ, സേവിങ്സ് ബാങ്കിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ആൻസറിന്. അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ അവൈലബിൾ ആയ ഡിഡക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? 80C ഉണ്ട്, 80D ഉണ്ട്, 80TTB ഉണ്ട്. ഇനിയാകുമ്പോൾ ഈ 3ലും നമുക്ക് ഉണ്ടാവുന്ന ഡിഡക്ഷൻ എന്തൊക്കെയാണ്? അപ്പോൾ 80Cയിൽ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 80Cയിൽ ഫസ്റ്റ് തന്നെ പറയുന്നു ഹി പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,50,000. അപ്പോൾ അവിടെ പ്രിൻസിപ്പലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, ദെൻ ഈ കോൺട്രിബ്യൂട്ടഡ് 1,50,000 ടുവാർഡ്സ് PPF. അവിടെ സ്റ്റോപ്പ് ചെയ്യാമല്ലോ നമുക്ക്. 80Cയിൽ മാക്സിമം കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്? 1,50,000. നമുക്ക് 80Cയിൽ അതന്നെ എടുക്കാം, 1.5 lakhs. ഇപ്പോൾ 80C സ്റ്റോപ്പായ അവിടെ
ATC സ്റ്റോപ്പായി, മാക്സിമം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,50,000. ഇത് നമുക്ക് കമ്പ്യൂട്ടേഷനും ചെയ്യണ്ടല്ലോ, MCQ അല്ലേ. സോ 1,50,000 ആണ് ATCയിൽ മാക്സിമം കിട്ടുക. ATC നമ്മൾ ലോക്ക് ചെയ്തു. ഇനി വരുന്നത് ഏതാ? 80D. 80Dയിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തത് അദ്ദേഹത്തെ സീനിയർ സിറ്റിസൺ ആയി കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റും. കാരണം 80Dയിൽ അല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് ദ മാക്സിമം എലിജിബിൾ ഡിഡക്ഷൻ എന്നാണ് അല്ലേ. വാട്ട് ഈസ് ദ മാക്സിമം എലിജിബിൾ ഡിഡക്ഷൻ അണ്ടർ 80G എന്നാണ് അല്ലേ. ആഷിഷ് ആൻഡ് ഹിസ് വൈഫ് ദെൻ പാരൻസ്. അയാൾ സീനിയർ സിറ്റിസൺ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം കിട്ടിയ 25 + 50 75 കിട്ടുള്ളൂ. ഇവിടെ അദ്ദേഹം അല്ലെങ്കിൽ ആഷിഷ് തന്നെ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 60 വയസ്സായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെഗിൽ അദ്ദേഹത്തിന് 50,000 കിട്ടും. പാരൻസിൻ്റെ ലെഗിലും മാക്സിമം അദ്ദേഹത്തിന് 50,000 കിട്ടും. സോ മാക്സിമം എലിജിബിലിറ്റി എത്രയാണ് ഇവിടെ? 50,000 ഓരോ ലെഗിലും ഉണ്ട്. അപ്പോൾ 80Dയിൽ മാക്സിമം അവർക്ക് ഡിഡക്ഷൻ കിട്ടുന്ന എത്രയായിരിക്കും? 1 lakh ആയിരിക്കും. മാക്സിമം 80D അണ്ടർ 80D അവർക്ക് കിട്ടാവുന്ന മാക്സിമം ഡിഡക്ഷൻ എത്രയാണ്? 1 lakh ആണ്. ഇതാണ് നമ്മൾ ആദ്യം അറൈവ് ചെയ്യേണ്ടത് അല്ലേ. ഇതാണ് നമ്മൾ ആദ്യം അറൈവ് ചെയ്യേണ്ടത്. മാക്സിമം ഡിഡക്ഷൻ അണ്ടർ 80D ഫോർ ആശിഷ് എത്രയാണ്? 1 lakh ആണ്. 50,000 ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് വൈഫ്. ദെൻ ഫോർ പാരൻസിന് 50,000 ആണ് കിട്ടുക. ഇനി നമ്മൾ ഡീറ്റെയിൽസിലോട്ട് നോക്കുവാണ് എന്തൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഹി പെയ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം 40,000 ബൈ അക്കൗണ്ട് പേ ചെക്ക് ഫോർ സെൽഫ് ആൻഡ് വൈഫ്. 40,000 കിട്ടൂലേടാ? കിട്ടും അല്ലേ. ആ 40,000 എലിജിബിൾ ആണ്. അവരുടെ ലിമിറ്റ് എത്രയാണ്? 50,000 ആണ്. ഇനി 2,200 ഹെൽത്ത് ചെക്കപ്പ് ആണ്. ഹെൽത്ത് ചെക്കപ്പ് ക്യാഷാ പേ ചെയ്തു എന്നാലും കിട്ടും അല്ലേ. പക്ഷെ മാക്സിമം ഹെൽത്ത് ചെക്കപ്പിന് ടോട്ടലി എത്രയാണ് കിട്ടുക? 5,000 കിട്ടുള്ളൂ. അതും നമ്മൾ ഓർത്തോളണം. ഇനി ഹെൽത്ത് ചെക്കപ്പ് 4,000 ബൈ ചെക്ക് ഫോർ പ്രിവെന്റീവ് ചെക്ക് പാരൻസ്. അപ്പോൾ ഇവിടെ 2,200 അവരുടെ ലെഗിനും ദെൻ 4,000 പാരൻസിനും. അപ്പോൾ മൊത്തം 6,200 പേ ചെയ്തിട്ടുണ്ട്. അതിൽ എത്രയേ കിട്ടുള്ളൂ? 5,000 കിട്ടുള്ളൂ. അത് ഓർത്തോളണം. മാക്സിമം എത്ര പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന് കിട്ടുള്ളൂ? 5,000 കിട്ടുള്ളൂ. ക്യാഷ് ആയ കുഴപ്പമുണ്ടോ? ഇല്ല. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ക്യാഷ് ആയാലും കുഴപ്പമില്ല. പിന്നെന്താ പറഞ്ഞത്? ഈ ആൾസോ പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 29,000 ഡ്യൂറിംഗ് ദ ഇയർ ടു ഇൻഷുർ ഹെൽത്ത് ഓഫ് ഹിസ് മദർ. ആ 29,000 കിട്ടൂലേ? കിട്ടും. 29,000 കിട്ടൂലേ? കിട്ടും. പിന്നെന്താ പറഞ്ഞത്? 80 years ഉണ്ട്. ദെൻ ഫർദർ ഇൻകേർഡ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ 18,000 ഓഫ് ഹിസ് ഫാദർ ഏജ്ഡ് 81 years who is staying with him. His father is not covered under any Mediclaim policy. 80 പറയുന്ന മറ്റൊരു കാര്യം അതാ. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പാരൻസിന് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ കിട്ടും, പ്രൊവൈഡഡ് അത് മെഡിക്കൽ ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പാടില്ല. കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതും കിട്ടും അല്ലേ. അതും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഇവരുടെ ഓരോ ലെഗിൻ്റെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം കിട്ടുന്ന റിഡക്ഷൻ എത്രയാണ്? 50 1 lakh ആണ്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം വൈഫിന് വേണ്ടിയിട്ട് 40,000 എലിജിബിൾ ആണ് അല്ലേ. 40,000 എലിജിബിൾ ആണ്. ഇവിടെ 29,000 അടച്ചിട്ടുണ്ട്. മദറിന് വേണ്ടി അത് എലിജിബിൾ ആണ്. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഫാദറിന് വേണ്ടിയിട്ട് 18,000 അടച്ചിട്ടുണ്ട്. എലിജിബിൾ ആണ്. കാരണം അദ്ദേഹം മെഡിക്കൽ പ്രീമിയം മെഡിക്കൽ ഇൻഷുറൻസ് കവർ ചെയ്യാത്ത ഏരിയയിലുള്ള മെഡിക്കൽ എക്സ്പെൻഡിച്ചർ അത്രയും പോർഷനുള്ള മെഡിക്കൽ എക്സ്പെൻഡിച്ചർ കവേർഡ് ആണ്. ഇനിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 29,000 18,000 പ്ലസ് 18,000 47 ആയി. എത്രയായി? 47 ആയി. മാക്സിമം എത്രയായി? ഫാദറിൻ്റെ ലെഗിന് കിട്ടൂ അല്ലേ. പാരൻസിൻ്റെ ലെഗിനും പാരൻസിൻ്റെ ലെഗിന് മാക്സിമം 50,000 കിട്ടുള്ളൂ. ഇവിടെ ആൾറെഡി 47 ആയി അല്ലേ. അപ്പോൾ ഇനിയുള്ള 4,000 നമുക്ക് എടുക്കാൻ പറ്റുമോ? പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഇല്ല. എത്ര എടുക്കാൻ പറ്റുള്ളൂ? 3,000 എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഫുള്ളി 50,000 നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ 50,000 എടുത്തു. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ 40,000 എടുക്കാം. ഇനി പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് എത്രയുണ്ട്? 2,200 ഉണ്ട്. സാറേ 2,200 എടുത്തുകൂടെ എടുക്കാൻ പറ്റൂല. കാരണം പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന്റെ ടോട്ടൽ എത്രയാണ്? 5,000. ആൾറെഡി 3,000 എവിടെ എടുത്തു? പാരൻസിന്റെ ലെഗിൽ എടുത്തു. അപ്പം ഇനി എത്രയേ ഉള്ളൂ? 2,000 ഉള്ളൂ. ആ 2,000 നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായി? 42,000 ആയി. രണ്ടും കൂടെ 92,000 ആയിരിക്കും എന്ത് 80Dയിൽ എടുക്കാൻ പറ്റുക. സോ ഇവിടെയാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. 80D തെറ്റിക്കാൻ സാധ്യതയുണ്ട്. 80D തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിരിക്കണം. മാക്സിമം എലിജിബിലിറ്റിയാണ് 50 ആണ്. അപ്പോൾ 1 lakh ആണ്. ഓരോ ലെഗിലും 50,000 ആണ്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പാരൻസിൻ്റെ നോക്കുകയാണെങ്കിൽ എലിജിബിൾ ആണ്. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എലിജിബിൾ ആണ്. പക്ഷേ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 47 ആയി. അപ്പോൾ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി എടുക്കാൻ പറ്റുള്ളൂ. 3,000 എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇപ്പുറത്ത് വരുവാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് ആണ്. ഏജ് നോക്കണം 60 ആണ്. അതുകൊണ്ട് രണ്ടുപേർക്കും 50 കിട്ടും. പിന്നെ നോക്കേണ്ടത് 2,200 പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെങ്കിലും 2,200 മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിൻ്റെ മാക്സിമം ലിമിറ്റ് ഓൾ ടുഗദർ 5,000 ആണ്. ഇവിടെ ആൾറെഡി 3,000 എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 2,000 എടുക്കാൻ പറ്റുള്ളൂ. ആ 2,000 നമ്മൾ എടുത്തു. സോ 50,000 ടോട്ടൽ എമൗണ്ട് പാരൻസിൻ്റെ ലെഗിൽ നമുക്ക് എടുക്കാം.
ആശിഷും വൈഫിൻ്റെയും കൂടെ നമുക്ക് 42,000 എടുക്കാം. സോ ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D എത്രയാണ്? 92,000 ആണ്. 92,000 ആണ്. ഇനി 80TTB. എന്തുകൊണ്ടാണ് 80TTB? അദ്ദേഹം സീനിയർ സിറ്റിസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 14 ആണ്. 14 ആകുമ്പോൾ 59 ആണെങ്കിലും 14 വരുവാണെങ്കിൽ അദ്ദേഹത്തെ ഈ വർഷം ടാക്സിൻ്റെ പർപ്പസിന് 60 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ 80TTA അല്ല 80TTB ആണ് അവർക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. സോ 80TTBയിൽ എത്രയാണ് ഡിഡക്ഷൻ? 50,000 ആണ്. എത്രയാണ് മൊത്തം ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ? മൊത്തം ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് അല്ലേ 50,000 ഉണ്ട്, 15,700 ഉണ്ട്, 67,500 ഉണ്ട്, 65,700 ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും? 50,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അതും ക്ലിയർ ആണ്. ഈ 3 ഡിഡക്ഷൻ അല്ലേ ഉള്ളൂ? ആണ്. ഈ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,92,000 കിട്ടും. ആ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2,92,000. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓപ്ഷൻ സി 2,92,000. സോ നമുക്കപ്പോൾ 4 മാർക്ക് കിട്ടും. 2 കൂടെ ചെയ്താൽ അല്ലേ? ഓരോന്നിനും ഈ 2 മാർക്ക് അല്ലേടാ? ആണ്. 3 × 2 ആണ്. അപ്പോൾ ആദ്യത്തെ 2 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെത് കുറച്ച് പാടുണ്ട് അല്ലേ? കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. ഇനിയുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം? ഇത് നമ്മൾ കുറച്ചൊരു ഇത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. സോ ടോട്ടൽ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാലറി ഡയറക്ട്ലി ഗിവൺ അല്ലെ? ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഗിവൺ ആണ്. എത്രയാണ് സാലറി എന്നുള്ളത്? എത്രയാണ്? 10,50,000. 10,50,000 ഉണ്ട്. ലെസ് ലോസ് ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. അത് വിട്ടുപോകരുത് സാറേ. കമ്പ്യൂട്ടഡ് അല്ലേ? കമ്പ്യൂട്ടഡ് ആണെങ്കിലും ഇതെടുത്ത് കാണൂല. സാലറി എന്നുള്ള ഹെഡേ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. സെറ്റ് ഓഫ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഇൻട്രസ്റ്റ് 2,50,000 ഉണ്ടെന്ന് പറഞ്ഞു. മാക്സിമം നമുക്ക് മറ്റു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഹൗസ് പ്രോപ്പർട്ടി ലോസ് എത്രയാണ്? 2 lakhs. അത് ഓർത്തോളണം. മാക്സിമം സെറ്റ് ഓഫ് എത്രയാണ്? 2 lakhs ആണ്. 2 lakh കുറക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,50,000. 10,50,000 നിന്നും 2 lakhs സെറ്റ് ഓഫ് ചെയ്യാൻ ബാക്കി എത്രയുണ്ട്? 8,50,000. ഇൻട്രസ്റ്റ് ഫ്രം സേവിംഗ് ബാങ്ക് അക്കൗണ്ട് 15,700. കറക്റ്റ് അല്ലേ? അവിടെ ഉണ്ടല്ലോ. ഇൻട്രസ്റ്റ് ഫ്രം FD 50,000. ടോട്ടൽ 9,15,700. ഡിഡക്ഷൻ നമ്മൾ ആൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് എടുക്കുക. 2,92,000. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിയാൽ പിന്നെയും തെറ്റുവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിയ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ തെറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ല. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം? 6,23,700. സോ വളരെ ഈസി ആയിട്ട് നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 6,23,700. ഓപ്ഷൻ ബി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് സിനാരിയോയുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് വായിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കിടക്കുവാണ്. ക്വസ്റ്റ്യൻ 2ൽ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ വാട്ട് ഷാൾ ബി ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ഇതിൽ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 194 IA TDSൻ്റെ എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. 194 IA TDSൻ്റെ എമൗണ്ട്. ഈ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ ഈ ഒരു കേസ് സിനാരിയോ ബേസ് ചെയ്തിട്ട്. അപ്പം കേസ് സിനാരിയോ ഒന്ന് നോക്കാം. നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കണം. ഓക്കെ. സോ മിസ്റ്റർ രാജീവ് ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. പർച്ചേസർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 28/5/1999 ആണ്. നമ്മൾ ഓർക്കേണ്ട എന്താണ്? ഓക്കെ, 1/4/2001 മുമ്പാണ്. 28.5 ലക്ഷത്തിനാണ് അന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 28.5 lakhs. ദ ഫെയർ മാർക്കറ്റ് വാല്യൂ അന്ന് തന്നിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നിട്ടുണ്ട്. എന്നത് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും തന്നിട്ടുണ്ട്. സോ അവിടെ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻ ഉണ്ട്. അത് ഓർത്തോളണം. ദെൻ 25/3/2014 ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ അഗ്രിമെൻ്റ് പ്രകാരം 74 lakhsന് ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാം എന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ട് 3.9 lakhs അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബാക്കി പൈസ തരാൻ പറ്റിയില്ല. അതുകൊണ്ട് അഡ്വാൻസ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ഫോർഫീറ്റ് ചെയ്തതുമായിട്ടും ഒരു പ്രൊവിഷൻ ഉണ്ട്. അതും ഓർത്തോളണം. ദെൻ 15/4/2023 ദാറ്റ് മീൻസ് 23-24 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി സോൾഡ് ചെയ്തിട്ടുണ്ട്. ആ സോൾഡ് ചെയ്തപ്പോൾ കൺസിഡറേഷൻ പറഞ്ഞിട്ടുണ്ട്. വേറെന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്? സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഡീറ്റെയിൽസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലേ? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എല്ലാം കിട്ടുമല്ലോ അല്ലേ? ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചാൽ നമുക്ക് 2ൻ്റെ ആൻസറും കിട്ടും. മൂന്നാമത്തത് എന്താണ്? TDSൻ്റെ പ്രൊവിഷനുമാണ്. അപ്പോൾ
വളരെ കുറച്ചേ ഉള്ളൂ, ക്വസ്റ്റിൻ്റെ ഏരിയ കുറച്ച് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രൊവിഷൻസ് അറിയും എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പോൾ നമ്മൾ നേരെ ആൻസറിലോട്ട് പോവാണ് അല്ലേ. ഫസ്റ്റ് എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ദെൻ സെക്ഷൻ 194 IA. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓഫ് മിസ്റ്റർ രാജീവ്. ആദ്യം ഉള്ളത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുന്നു, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുന്നു, അതിനെ ഇൻഡെക്സ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അത്രേ ഉള്ളൂ. ഇവിടെ എക്സംഷനെ കുറിച്ചൊന്നും ഇവിടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സംഷനിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ ഗെയിൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ്. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ, ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റിൽ ഫുൾ വാല്യൂ കൺസിഡറേഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഈ ഒരു പാർട്ടിലാണ് ഫുൾ വാല്യൂ കൺസിഡറേഷനെ കുറിച്ച് പറയുന്നത്. ആക്ച്വൽ കൺസിഡറേഷൻ 2.1 ആണ്. 2.1 ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ 110% ആണ്. എത്രയാണ്? 2.31 ആണ്. 2.31 വരെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് തന്നെ എടുക്കാമായിരുന്നു? ആക്ച്വൽ കൺസിഡറേഷൻ തന്നെ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് 2.33 ആണ്. 110% കൂടുതലാണ്. സോ വി ഹാവ് ടു കൺസിഡർ 2.33 ആസ് അവർ ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ആ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആവണം അല്ലേ. ഈ സമയത്ത് ക്ലിയർ ആവണ്ടേ, എക്സാം അടുത്ത്. അപ്പോൾ ഇപ്പോൾ നമുക്കത് ക്ലിയർ ആവും എന്ന് വിചാരിക്കുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്? 110% ഓഫ് ദി ആക്ച്വൽ കൺസിഡറേഷൻ. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കേണ്ടത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ്. അതാണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടണം. കോസ്റ്റ് ഓഫ് അക്വിസിഷനിലോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്താ? ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൺസിഡറേഷൻ 28.5 lakhs ആണ് അല്ലേ. ആക്ച്വൽ കൺസിഡറേഷൻ 28.5 lakhs ആണ്. അത് പക്ഷേ 1/4/2001 മുമ്പെയാണ്. എന്താണ് പ്രൊവിഷൻ? 1/4/2001 ബാക്കിൽ അല്ലേ, ബിഫോർ 1/4/2001 നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമുക്ക് അവിടെ ഒരു പ്രിവിലേജ് എടുക്കാം. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാം. പക്ഷെ അവിടെ പറയുന്നുണ്ട് അതൊരിക്കലും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയേക്കാളും കൂടുതലാകാൻ പാടില്ല. അപ്പോൾ വിച്ച് എവർ ഇസ് ലെസ്സേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ സ്റ്റാമ്പ് 1/4/2001 33.5 ഉണ്ട്. ദെൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 32.4 ഉണ്ട്. അപ്പോൾ ഏതാണ്? 33.5 എടുക്കണോ 32.4 എടുക്കണോ? നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? 32.4 എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയേക്കാളും കൂടിയ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്? 32.4 ആണ്. അപ്പോൾ നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 32.4 ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തോളണം. ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓർ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് ഓൺ 1/4 വിച്ച് എവർ ഈസ് ലെസ് നമ്മൾ എന്തെടുക്കുന്നു? 32,40,000 എടുക്കുന്നു. ഇനി അത് നമുക്ക് നേരിട്ട് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ ഒരു അഡ്വാൻസ് ഫോർഫീച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അഡ്വാൻസ് ഫോർഫീച്ച് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? 25/3/2014 വീണ്ടും പ്രശ്നമാണ്. 25/3/2014 അതായത് 1/4/2014 മുമ്പേ നമുക്ക് അഡ്വാൻസ് കിട്ടിയത് ഫോർഫീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൊവിഷൻ? അത് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും റെഡ്യൂസ് ചെയ്യണം അല്ലേ. 1/4/2014 അതിന് ശേഷമാണെങ്കിൽ അതാത് വർഷം IFOS കാണിച്ചാൽ മതി. പക്ഷേ ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ നമ്മളത് കോസ്റ്റിൽ നിന്നും റെഡ്യൂസ് ചെയ്യണം. ആ റെഡ്യൂസ് ചെയ്ത കോസ്റ്റ് ഓഫ് അക്വിസിഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഡെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൊവിഷൻ നമ്മൾ ഓർത്തോണം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? റെഡ്യൂസ്ഡ് ബൈ അഡ്വാൻസ് റിസീവ് ആൻഡ് ഫോർഫിറ്റ് ബിഫോർ ഒരു 3,90,000 ഉണ്ട്. അത് കുറക്കണം. അപ്പോൾ 32,40,000 നിന്ന് 3,90,000 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 28,50,000 കിട്ടും. ഈ 28,50,000 നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഓർത്തോണം. 28,50,000 നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഏത് വർഷമാണ് ട്രാൻസ്ഫർ നടന്ന ആ വർഷമാണ്. ട്രാൻസ്ഫർ നടന്നത് 23/24 348. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ എടുക്കുന്നത് 2001 ആണ് 100. സോ 348/100 ഇൻറ്റു എന്താണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? 348/100 ഇൻറ്റു ഈ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് 28,50,000. ഈ ഒരു സംഭവമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും 99,18,000. കാൽക്കുലേറ്റ് ചെയ്തോണേ. സോ 99,18,000 ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും അതാണ് 2.1 എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ബി. വാട്ട് ഇസ് ദ ആൻസർ? 99,18,000. ഓപ്ഷൻ ബി ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനാ. വളരെ ഈസി അല്ലേ, നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചില്ലേ. കാരണം കൺസിഡറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ്. ഇതിൽ നിന്ന് കുറച്ച് എന്ത് കിട്ടും? നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും 13,03,82,000. കറക്റ്റ് അല്ലേടാ? അല്ലേ? 1,33,82,000 അല്ലേ. 1,33,82,000. ഓപ്ഷൻ ഉണ്ടോ?
യെസ്, ഇത് ഓപ്ഷന് പ്രശ്നമുണ്ട്. ഇത് എയും ഇത് ബിയും ഇത് സിയും ഇത് ഡിയും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 133,82,000. 133,82,000 ആണ് രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ആൻസർ എന്താ? ദ എമൗണ്ട് റിക്വയർഡ് ടു ബി ഡിഡക്റ്റഡ് ആസ് TDS ബൈ മിസ്റ്റർ സുരാജ് അണ്ടർ സെക്ഷൻ 194A അല്ലേ. ബയർ പൈസ കൊടുക്കുമ്പോൾ TDS പിടിക്കണമെങ്കിൽ എത്രയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം എത്രയാണ് TDS സെക്ഷൻ 194IA കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൺസിഡറേഷൻ 50 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെ, എമൗണ്ട് 50 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ TDS പിടിച്ചോണം. 50 ലക്ഷത്തിൽ കൂടിയാൽ TDS എത്രയാണ്? 1%. സാറേ 1% കൺസിഡറേഷൻ്റെ പുറത്താണോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂടെ പുറത്താണോ? ഹയർ എമൗണ്ട് ഏതാണോ അതിൻ്റെ പുറത്ത്. ഹയർ എമൗണ്ട് ഏതാണോ അതിൻ്റെ പുറത്ത്. അപ്പോൾ ഇവിടെ ഏത് ഹയർ എമൗണ്ട്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയുടെ പേരിൽ 1% പിടിച്ചോണം. സോ ദാറ്റ് ഈസ് 2,33,000. സോ 194IA വളരെ ചെറിയൊരു സെക്ഷനാണ്, ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2,33,000. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ അല്ലേടാ? ഓക്കെ, സോ 1ഉം 2ഉം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 3ഉം ക്വസ്റ്റ്യൻ നമ്പർ 4ഉം ആണ്. ഇത് രണ്ടും ശരിക്കും പുതിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 3ഉം ക്വസ്റ്റ്യൻ നമ്പർ 4ഉം ഒക്കെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, നേരത്തെയുള്ള RTPCയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് ഇതാണ്: വാട്ട് ഈസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ സുശീൽ എന്നുള്ളതാണ് അല്ലേ. വാട്ട് ഈസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ സുശീൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും ഇന്ത്യൻ ഒറിജിൻ ആണ്. കാനഡയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ വിസിറ്റിന് വന്നതാണല്ലോ ഇന്ത്യൻ ഒറിജിൻ. ഹൂ വിസിറ്റ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ അല്ലേ. 120 days ആണ് അവരുടെ കമ്പ്യൂട്ടേഷൻ നമുക്കറിയാം. 129 days ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പ്രിസീഡിങ് 4 years നോക്കണം. അത് 365 days ഉണ്ടോ നോക്കണം. അതിനുള്ള ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 365 days ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അതർ ദാൻ ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം 15 lakhs ഉണ്ടോ നോക്കണം. അപ്പോൾ 15 lakhs ഉണ്ടെങ്കിൽ അദ്ദേഹം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഔട്ട് റെസിഡൻ്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇതാണ് പ്രൊവിഷൻ അല്ലേ, ഇതാണ് പ്രൊവിഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അത് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് നോക്കുക. ആദ്യം 129 ഉണ്ട്, 120 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ലേ എത്രയുണ്ട്? എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ തന്നെ കിട്ടൂലേ. ഇവിടെ പ്രിസീഡിങ് 4 years നോക്കുമ്പോൾ 135 പ്ലസ് 115 പ്ലസ് 95 പ്ലസ് 125 470 ഉണ്ട് അല്ലേ. 465 മേലെ ഉണ്ട്. 470 365 മേലെ എന്തായാലും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നോക്കുന്നത് 15 lakhs ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിൽ അല്ലേ, റെസിഡൻറ്റ് ആൻഡ് ഓൺ റെസിഡൻ്റ് അല്ല, പക്ഷേ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിൽ ഒരേ ഒരു ഫോറിൻ ടൈപ്പ് ഓഫ് ഇൻകം ആണ് അവിടെ ടാക്സ് ചെയ്യുക. ഏതൊക്കെയാണ്? ഒരു ബിസിനസ് സെറ്റപ്പ് ഫ്രം ഇന്ത്യ, ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതുവഴി നമ്മൾ പുറത്തുനിന്ന് ഇൻകം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലും അതിനെ ടാക്സ് ചെയ്യുമെന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ ഇൻകം ടാക്സ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എന്തായാലും ഇന്ത്യൻ ഇൻകം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 2,50,000 നമ്മൾ എന്തായാലും എടുക്കണം. ദെൻ അടുത്ത് എടുക്കണം ഇൻകം അക്രൂറൈസ് ഇൻ ഇന്ത്യ. സോ 3,75,000 എടുക്കണം. സോ 6,25,000. അടുത്തത് ഇൻകം അക്രൂറൈസിങ് ആൻഡ് റിസീവ് ഔട്ട്സൈഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ ഒന്ന് ഇതാണ്. അപ്പോൾ ഇതും നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. സോ 5,50,000. സോ മൂന്നും കൂടെ കിട്ടുമ്പോൾ 11,75,000 ഉള്ളൂ അല്ലേ. ഒന്നും കൂടെ ആഡ് ഈ മൂന്നും കഴിയുമ്പോൾ 11,75,000 ഉള്ളൂ. അവസാനത്തെ എന്തായാലും ഇല്ല, ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, ഫോറിൻ ഇൻകം ആണ്. ഫോറിൻ ഇൻകം എന്തായാലും വരില്ല. റെസിഡൻ്റ് ആണ്, ഓൺലി റെസിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഗ്ലോബൽ ഇൻകം ടാക്സ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണല്ലോ പ്രൊവിഷൻ. അപ്പോൾ 11,75,000 ഉള്ളൂ. അപ്പോൾ എന്തായാലും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺ റെസിഡൻറ്റും അല്ല. അപ്പോൾ അയാൾ എന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പിന്നെ ഇത് വീണ്ടും എടുക്കണോ? വേണ്ട, ഈ രണ്ട് ഇൻകം മാത്രം എടുത്താൽ മതി. സോ 2,50,000 പ്ലസ് 3,75,000 6,25,000. സോ ഓപ്ഷൻ എ നോൺ റെസിഡൻറ്റ് 6,25,000 ഇൻ ലാബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡിയും അല്ല. നോൺ റെസിഡൻറ്റ് 11,75,000 അല്ല. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺ റെസിഡൻ്റ് ആണെങ്കിലാണ് 11,75,000 എടുക്കുക. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ 3 എന്ന് പറയുന്നത്. ആൻസറിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ക്വസ്റ്റൻ നമ്പർ 4 194N റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്താണ് ക്വസ്റ്റൻ്റെ റിക്വയർമെൻറ്റ്? വിച്ച് ഓഫ് ദി എബോവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഡിഡക്ട് അല്ലേ. ഏത് ബാങ്കാണ് TDS പിടിക്കേണ്ടത് ഓൺ ക്യാഷ് വിത്ഡ്രോവൽ അല്ലേ. ഹി റെഗുലർലി ഫയൽ ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം എന്നും പറയുന്നുണ്ട്. ഹി റെഗുലർലി ഫയൽ ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം. റെഗുലർലി റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുകയാണെങ്കിൽ 1 കോടിക്ക് മേലെ ഉണ്ടെങ്കിലേ TDS പിടിക്കേണ്ടതുള്ളൂ. ദാറ്റ് ഈസ് 194N കറക്റ്റ് അല്ലേ. 20 lakhs മേലെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 1 കോടിക്ക് മേലെയുള്ള ക്യാഷ് വിത്ഡ്രോവലുള്ള ബാങ്കുകൾ മാത്രമേ അത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ
എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ കനറ ബാങ്ക് നോക്കുവാണെങ്കിൽ 70 + 50 120. അപ്പോൾ കനറ ബാങ്കിന് എന്തായാലും പിടിക്കണം. റെപ്കോ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 60 10 20 15 105. അപ്പോൾ റെപ്കോ ബാങ്കും പിടിക്കണം. SBI എത്രയുള്ളത് 10 75 + 10 1 കോടിയേ ഉള്ളൂ, എക്സീഡ് ചെയ്യുന്നില്ല. അപ്പോൾ SBIക്ക് വേണോ? വേണ്ട. അപ്പോൾ ഇവിടെ കനറ ബാങ്കിനും റെപ്കോ ബാങ്കിനുമാണ് പിടിക്കേണ്ട ഓപ്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റെപ്കോ ആൻഡ് കനറ ബാങ്ക് ഓപ്ഷൻ സി. ഇത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് 4 ഉള്ളത്. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 4 1 മാർക്കേ ഉള്ളൂ. ഓക്കെ, അതിനുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2ക്ക് 3ക്ക് 2 മാർക്ക് ഉണ്ട്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MTP 2ലെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അത്ര വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നമ്മുടെ RTP ക്വസ്റ്റ്യൻസിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MTP 1നെ നോക്കുകയാണെങ്കിലും അത്ര വലിയ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അതുകൊണ്ട് എക്സാംസിന് ഇതേ ക്വസ്റ്റ്യൻ വരും അങ്ങനെയൊന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്, എനിക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാസ്റ്റാണ് അതിൻ്റെ സിലബസ്. എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്, അല്ലേ? പുതിയ ക്വസ്റ്റ്യൻസ്, ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ MTP 1 ചെയ്യുക, MTP 2 ചെയ്യുക, ദെൻ RTP ചെയ്യുക, കഴിഞ്ഞ തവണത്തെ RTP ചെയ്യുക, കഴിഞ്ഞത് സജസ്റ്റ് ആൻസേഴ്സ് എടുത്ത് ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് മാക്സിമം ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദെൻ MCQ 30 മാർക്സ്, അല്ലെങ്കിൽ ഒരു DTക്ക് ഒരു 18 മാർക്സോളം അല്ലെങ്കിൽ ഒരു 15 മാർക്സോളം ആയിരിക്കും DT എന്ന് വരിക. ആ 15 മാർക്സിൽ നിന്നും നമുക്ക് ഒരു എബൌട്ട് 10 എന്തായാലും വാങ്ങിക്കാൻ പറ്റണം. എന്നാലായിരിക്കും നമുക്കത് നമ്മുടെ ടാക്സ് എന്ന പേപ്പറിൻ്റെ മാർക്സിലോട്ടും അതുപോലെ ഓവറാൾ അഗ്രിഗേറ്റിലോട്ടൊക്കെ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അവസാന ടൈമിലെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. സോ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. പഠിക്കുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. റിലാക്സ് ചെയ്ത് പഠിക്കുക. RTP MTP പോലത്തെ സജസ്റ്റ് ആൻസർ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്നൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. രസകരമായിട്ട് പഠിക്കുക. ഓക്കെ, സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്.